ഹലോ ഗൈസ്, ടർബോ ജോസ് അങ്ങനെ സിനിമ ഞങ്ങളും കണ്ടു. എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ എന്താ പറയുക, മമ്മൂക്കയുടെ സിനിമ. അപ്പോൾ ആദ്യത്തെ രാവിലെ തന്നെ ഷോയ്ക്ക് തന്നെ ഞാനും കയറി. പിന്നെ നിങ്ങൾ തമ്പി കണ്ട പോലെ തന്നെ എന്താ പറയുക, ആ ബിന്ദു പണിക്കരൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. എന്ത് വെറുപ്പിയാണോ ദൈവമേ, ഹോ ആദ്യം മുതൽ അവസാനം വരെ വെറുപ്പിച്ച് എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ആ തമ്പി നിങ്ങൾ കണ്ട പോലെ തന്നെ ഈ എന്താ പറയുക, ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് തിയേറ്ററിലോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോകേണ്ട കാര്യമില്ല. കാരണം ആ ട്രെയിലർ കണ്ടിട്ട് മാത്രം നമ്മൾ എന്താ പറയുക സിനിമ കാണാൻ വേണ്ടി പോകരുത്. കാരണം എന്നാ, അതുക്കും മേലെയാണ് പടം, അതുക്കും മേളിലാണ്. അങ്ങനെ വൈശാഖ സംവിധാനം ചെയ്ത, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വൈശാഖിനെ അറിയാം. വൈശാഖിന്റെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരുപാട് സിനിമകൾ. എന്താ പറയാ, പുലിമുരുകന്, മല്ലു സിംഗ്, അതുപോലെ തന്നെ മധുരരാജ, പോക്കിരാജ, അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ, നമുക്ക് ആക്ഷൻ മൂവീസ് എല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് വൈശാഖ്. അപ്പൊ വൈശാഖ് ഒരു സിനിമ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും വരുന്നത്. അങ്ങനെ ട്രെയിലർ ഇറങ്ങി, അത് കണ്ട് എല്ലാവരും കോരിത്തിരിച്ച് ഇരുന്ന് അതിന്റെ എൻഡ് ഘട്ടത്തിൽ സിനിമ ഇന്ന് റിലീസായി. അതും ടോപ്പ്. എന്താ ഞാൻ പറയാ, ഇനി നീ പറ. സത്യം പറഞ്ഞിട്ടില്ല, ഒരു പടം ഇറങ്ങി, ഒരു സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ, അതൊരു സന്തോഷം. എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കണ്ട സിനിമയിൽ വെച്ചിട്ട് നമ്മൾ മലയാളി ഫ്രം ഇന്ത്യയാണ് എനിക്ക് ഭയങ്കര ഫൺ മൂവി, ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടൊരു സിനിമയിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഈ ടർബോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ച് പോയിട്ടല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നും ആളിനോട് കേട്ടോ. ഈ ഒരു പ്രായത്തിലും അങ്ങേര് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കൊലമാസ് പറയാ, വെറും മാസ് എന്ന് പറഞ്ഞാ പോരാ, അമ്മാതിരി എടുത്ത് ഇതിനകത്ത് വെച്ചേക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളായിരിക്കും എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുണ്ട്, അതുപോലെ തന്നെ രാജ്ബി ഷെട്ടി ഉണ്ട്, പിന്നെ സുനിൽ വർമ്മ, നമ്മുടെ തെലുങ്കിന്നും ആൾക്കാരുണ്ട്, കന്നഡയിൽ ആൾക്കാരുണ്ട്. രാജ്ബി ഷെട്ടി ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അമ്മയെ സഹിക്കാൻ മേല കേട്ടോ. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര ഉള്ളു ആള്, പക്ഷെ പുള്ളിയുടെ ആ ഒരു ആക്ടിങ് കാരണം ഉണ്ടല്ലോ നമുക്ക് ശരിക്കും, കാരണം മമ്മൂക്കയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ പറയാന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ വന്നു പോയെന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റൊരു സിനിമകളിൽ പറയുന്ന പോലെ ഇപ്പൊ ഈ മമ്മൂക്കയുടെ കൂടെ ഒരു ഇന്ന ബറ്റാലിയൻ ആർട്ടിസ്റ്റ്, അറിയപ്പെടുന്ന കുറെ ആർട്ടിസ്റ്റ് ഒന്നും ഈ സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ല. പുള്ളി തന്നെയാ, പുള്ളി തനിച്ച് മതി, ചുമ്മാ നിന്നാ മതി. അതാണ് പുള്ളിയുടെ ആ ഒരു ഇപ്പം എന്താ പറയാ, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സിനിമാ പ്രേമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഇടിപ്പടമാണ് അല്ലെ, ഒരു പക്ക ഇടിപ്പടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കണ്ടു. അതായത് ഒരു കുടുംബപരമായിട്ടുള്ള ഒരു വലിയൊരു കഥാ കാര്യങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കരുത് അല്ലെ. ഒരു എന്റർടൈൻമെന്റ്, നല്ല എന്റർടൈൻമെന്റ് ആണ് നമുക്ക്. അതായത് ഫണ്ണുണ്ട്, എല്ലാം ചെറിയ തോതിൽ ഫണ്ണുണ്ട്. പക്ഷെ ഇപ്പൊ മമ്മൂട്ടി ഭയങ്കര പിന്നെ ഹീറോ ആണ്, അപ്പൊ ഫുൾ ഹീറോ ആണ്, ഇങ്ങനെ മസിൽ പിടിച്ച അങ്ങനെയൊന്നല്ല. ഫണ്ണുണ്ട്, ഇടിയുണ്ട്, ഒക്കെ ഉണ്ട്. പാട്ടൊന്നും ഇല്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും പറയാനില്ല. പുതിയ വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ, സരിഗമപ്പൊക്കെ വെച്ച് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. വെറൈറ്റി മ്യൂസിക് കിട്ടോ, സ്വരങ്ങൾ വെച്ചിട്ട് ഇത് ഹീറോസിനെ കാണിക്കുന്നത് അടിക്കൊക്കെ വേണ്ടിട്ട് കാണിക്കുമ്പോ സ്വരങ്ങളൊക്കെ വെച്ച്. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ പ്രത്യേകിച്ച് പറയണം, നമ്മുടെ മലയാളത്തിൽ ഇതുപോലൊരു പടം വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു പടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. എപ്പോഴും നമുക്ക് കാണണമെങ്കിൽ ഒന്ന് വിജയുടെ കാണണം, അല്ലെ സൂര്യയുടെ കാണണം, അല്ലെ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് പോകണം, തെലുങ്ക്, കന്നഡ, അങ്ങനെ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ആ സമയത്താണ് നമുക്ക് മലയാളികൾക്ക്, മലയാളത്തിന് ഇങ്ങനത്തെ ഒരു പടം, ഒരു പക്ക എന്റർടൈൻമെന്റ്, പക്ക ഒരു ഇടിപ്പടം അല്ലേ. നമ്മൾ അതായത് ഇടിപ്പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു സ്റ്റണ്ട് വരാൻ വേണ്ടി നമ്മളിങ്ങനെ കൊതിച്ചിരിക്കത്തില്ലേ തിയേറ്ററിലേക്ക്, അങ്ങനെയല്ല ഇതിനകത്ത്. ഇതിന്റെ ആദ്യം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ എന്റർടൈൻമെന്റാ. എന്നിട്ട് നമുക്ക് ഓരോ സമയത്തും ഇക്ക എപ്പോഴാ വരുന്നത്, നമുക്ക് എപ്പോഴാ ഇക്ക വരുന്നത്, ഓരോ ഇൻസിഡന്റ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പേടിച്ച് എപ്പോഴാ ഇക്ക വരുന്നത്, വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കുമ്പോഴാണ് അവിടെയാണ് അല്ലെ ഇക്ക എന്ന് പറയാ അടി. പ്രത്യേകിച്ച് പറയേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഓർക്കും, ആദ്യത്തെ സ്റ്റണ്ടൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കോരി തിരിച്ചിരിക്കും. രണ്ടാമത്തെ വരുമ്പോഴത്തേക്ക് പിന്നെയും കൂടെ നമ്മൾ, മൂന്നാമത്തെ വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മള് ഇതൊന്നുമല്ല, അവസാനമാണ് ക്ലൈമാക്സിൽ ഒരു സ്റ്റണ്ട് ഉണ്ട്. എന്റെ അമ്മേ, നമ്മൾ എനിക്ക് പുലിമുരുകനില് മോഹൻലാലിന്റെ ഒരു സ്റ്റണ്ട് ഉണ്ടല്ലോ, ഏതാ
പുലിമുരുകൻ സമയത്തുണ്ടല്ലോ ഓരോ ആൾക്കാർ വരും, വെറൈറ്റി ആൾക്കാർ വന്നിട്ട് ഓരോന്ന് സ്റ്റണ്ട് ചെയ്ത് പോലെ, അതേപോലെ ഒരു ടീം കഴിയുമ്പോൾ അടുത്ത വെറൈറ്റി ടീം, പല പല മോഡലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവമുണ്ട്, അതായത് പല പല ആൾക്കാരുമായിട്ടുള്ള സ്റ്റണ്ട് കാര്യങ്ങള്. അപ്പൊ ഇത് പിന്നെ അത് മാത്രല്ല, എനിക്ക് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഒരുവിധം പടത്തിലൊക്കെ നമ്മൾ ഈ കൊല്ലുന്ന സ്റ്റൈലൊക്കെ ഇല്ലേ, ഒരുവിധം പടത്തിലൊക്കെ സെയിം ആയിട്ട് വരാം, അല്ലെങ്കിൽ ഗണ്ണ് വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് അങ്ങനെ. പക്ഷെ ഇതിലൊരു വെറൈറ്റി കൊല്ലുന്ന ഒരു രീതിയുണ്ട്. പറഞ്ഞു കൊടുക്കണ്ട, അത് നിങ്ങളിത് കാണട്ടെ, ഒരു വെറൈറ്റി കൊല്ലുന്ന രീതിയുണ്ട് ആൾക്കാർ. എന്നാ പറഞ്ഞാലും നമ്മൾ എടുത്ത ടിക്കറ്റിനുള്ള മുതലുണ്ട്, അത് നിങ്ങൾ ഉറപ്പായിട്ട്. പിന്നെ പക്കായിട്ട് ഒരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്, മസ്റ്റ് ആയിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണണം. ഇത് ഇത് OTT വന്നതിന് ശേഷം നിങ്ങൾ കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിന്റെ പകുതി ഇമ്പാക്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാം. അമ്പോ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ അല്ലേ, പോയി കാണുക. പിന്നെ ഒന്ന് പറയാനുണ്ട്, മമ്മൂട്ടിയുടെ ഒപ്പം ഇഞ്ചോട് ഇഞ്ച് തന്നെ നമ്മുടെ അതായത് വില്ലന് നിൽക്കുന്നുണ്ട്, രാജ്ബി ഷെട്ടി. പ്രത്യേകം പറയാം, രാജ്ബി ഷെട്ടി ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ, കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയിട്ടാണ്, ഫാമിലി മൂവി തന്നെയാണ് അല്ലേ, അടിപ്പടാണെങ്കിലും ഫാമിലി ആയിട്ട് കാണാം, എല്ലാവർക്കും കാണാം. എന്താ അവർക്ക് കൊടുത്തേക്കുന്ന റോളുകളെല്ലാം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു പണിക്കർ, എന്നാ ഞാൻ അതിനോട് വിയോജിക്കുന്നു, എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിട്ടോ. എനിക്കെന്തോ ആദ്യം മുതൽ അവസാനം വരെ ബിന്ദു പണിക്കർ ഇട്ടങ്ങ് വെറുപ്പീര് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതിൽ എനിക്ക് എതിരെ അഭിപ്രായം ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെയാണ് അഭിപ്രായം എന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യാം അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടു, നിങ്ങളും പോയി നേരെ തിയേറ്ററിലോട്ട് വിട്ടു അല്ലേ. ഓക്കെ, ബൈ.